തീയതി സന്ധ്യാസമയത്ത് ഈ ഭവനത്തിൽ നമുക്ക് വന്നു ചേരുവാനും ഇതുപോലെ ഒരു ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുവാനും സാധിച്ചതിൽ അതിന് ആയുസ്സും ആരോഗ്യവും നൽകുന്ന ഈശ്വരന് ആദ്യമായിട്ട് നന്ദി അറിയിക്കാം. പിന്നെ നമ്മളെ ഈ ഭവനത്തിലേക്ക് ക്ഷണിച്ച റോണിക്കും സ്വപ്നയ്ക്കും കുഞ്ഞുങ്ങൾക്കും അവർക്കുള്ള നന്ദി ഈ സമയത്ത്. ക്രിസ്മസ് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരും ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ്, അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവലാണ്. അപ്പം അത് ഫെസ്റ്റിവലായിട്ട് കാണാം, ആഘോഷമായിട്ട് കാണാം. പക്ഷെ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനെക്കുറിച്ച് ഒരു ഇപ്പം എന്നോട് കേക്ക് മുറിക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ സൈറ്റിലൊക്കെ ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരു നക്ഷത്രം കണ്ടുകൊണ്ട് വിദ്വാൻമാരും അല്ലെങ്കിൽ ആട്ടുകാരന്മാരും യാത്ര ചെയ്ത ഒരു സംഭവമാണ്. ഈ നക്ഷത്രം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാകുക? നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചം, പ്രകാശം. അപ്പോൾ പ്രകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഒരു സന്യാസി, അദ്ദേഹത്തിൻ്റെ 3 ശിഷ്യന്മാർ, അവർ ഒരാശ്രമത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്, അപ്പം എനിക്ക് 2 മിനിറ്റ് തരാം, ക്ഷമയുണ്ടല്ലോ. ഒരാശ്രമത്തിലെ അവൻ മാറി സന്യാസി 3 ശിഷ്യന്മാർ ഒരാശ്രമത്തിൽ ഇരിക്കുക. അപ്പം ഒരു ദിവസം പ്രഭാതത്തില് ഈ സന്യാസി ഒരു ശിഷ്യനെ വിളിച്ചു ചോദിച്ചു, നമ്മൾ പറഞ്ഞ വെളിച്ചം, സ്റ്റാർ എന്ന് പറഞ്ഞാൽ വെളിച്ചം അല്ലേ? ആരാ പറഞ്ഞു? ശരിക്കുമുള്ള പ്രകാശം ഈ ലോകത്തിൽ വന്നു എന്ന് തോന്നുന്നത് എപ്പോഴാണ് എന്ന് ഒരു ശിഷ്യനോട് ചോദിച്ചു. അപ്പം ആ ശിഷ്യൻ പറഞ്ഞു, നമ്മളന്ന് ദൂരോട്ട് നോക്കുമ്പോൾ, ഒരു പ്രഭാതത്തിലന്ന് ദൂരോട്ട് നോക്കുമ്പോൾ ഒരു ആൽമരവും ഒരു മാവും. ഏതാണ് ആൽമരം, ഏതാണ് മാവ്? മാവ് മരം എന്ന് തിരിച്ചറിയാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥ പ്രകാശം ഈ ലോകത്തിലേക്ക് വന്നു എന്ന് നമ്മൾ പറയുന്നത്. അടുത്ത ശിഷ്യനെ വിളിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു, ഒരു കുതിരയും ഒട്ടകവും